ശ്രീജിത്ത് പണിക്കർ, കോടതിക്ക് ഇടപെടാവുന്നതിന് ഒരു പരിമിതി, പ്രോസിക്യൂഷന് ഇടപെടാവുന്നതിന് ഒരു പരിമിതി. അപ്പോഴും പ്രതിഭാഗം സ്വാധീനം ചെലുത്തുന്നു. അഭിഭാഷകർ ഈ തരത്തിൽ അനന്തമായിട്ട് വിസ്താരം നീട്ടിക്കൊണ്ടുപോവുകയും ചെയ്യുന്നു. സർക്കാരിനെയോ അന്വേഷണ ഉദ്യോഗസ്ഥരെയോ പ്രോസിക്യൂഷനെയോ ഒക്കെ എങ്ങനെയാണ് കുറ്റം പറയാൻ കഴിയുക? അല്ല, നോക്കൂ, ഇതില് നോക്കിക്കഴിഞ്ഞാൽ വിചാരണ കോടതിയുടെ ഭാഗത്ത് നിന്ന് പ്രത്യേകിച്ച് എന്തെങ്കിലും രീതിയിലുള്ള ഒരു ഇടപെടലോ അല്ലെങ്കിൽ അനന്തമായ വിചാരണ നീളുന്നു എന്ന് പറയുന്ന സമയത്ത് പ്രോസിക്യൂഷന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും എതിർപ്പോ അവിടെ രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് പൾസർ സുനിക്ക് വേണ്ടിയിട്ട് ഹാജരായിരിക്കുന്ന അഭിഭാഷകൻ പറയുന്നുണ്ട്. സുപ്രീം കോടതി അത് എതിർക്കുന്നില്ല എന്നുള്ളതും വളരെ ശ്രദ്ധേയമാണ്. ഈ കേസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് 7.5 വർഷമായിട്ട് നടക്കുന്നു. 7.5 വർഷമായിട്ട് ഇത്തരത്തിലുള്ള വളരെ ശ്രദ്ധയാകർഷിച്ച ഒരു കേസ് അതിന്റെ പരിസമാപ്തിയിലേക്ക് എത്തേണ്ടതാണ്. പക്ഷെ പല സമയത്തും പലരുടെ ഭാഗത്തു നിന്നും ഇതുമായി ബന്ധപ്പെട്ട തടസ്സ ഹർജികളും വാദങ്ങളും മറുവാദങ്ങളും ഒക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട്. പലരും ഇത് സ്പീഡപ്പ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതിൽ 8ാം പ്രതിയായിട്ടുള്ള നടൻ ശ്രീ ദിലീപ് തന്നെ പല പ്രാവശ്യം ഇത് സ്പീഡപ്പ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതിയിലും മറ്റ് ഉന്നത കോടതികളിലെല്ലാം തന്നെ പോയതാണ് എന്നുള്ളത് നമുക്കറിയാം. അപ്പൊ ചില ഘട്ടങ്ങളിൽ വാദിഭാഗത്തു നിന്നും ചില ഘട്ടങ്ങളിൽ പ്രതിഭാഗത്തു നിന്നും ഇത് സ്പീഡപ്പ് ചെയ്യണമെന്ന് പറയുന്നതെല്ലാം തന്നെ അവർക്ക് അനുകൂലമല്ലാത്ത രീതിയിലത്തേക്കുള്ള ഒരു പ്രൊട്രാക്ടറായിട്ടുള്ള ഒരു ട്രയൽ മറുഭാഗത്തിന്റെ ഭാഗത്ത് നിന്ന് ഇനിഷ്യേറ്റ് ചെയ്യുന്നു എന്ന് തോന്നുന്ന സമയത്താണ് എന്നുള്ളതാണ് ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ഇത് സ്പീഡപ്പ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ 2 ആൾക്കാരും കോടതിയിലേക്ക് പോയിരിക്കുന്നതും നമുക്ക് വളരെ വ്യക്തമായിട്ട് ഇവിടെ കാണാവുന്നതാണ്. പിന്നെ ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായിട്ട് ഒരു കാര്യം, അതായത് ഇത് എന്ത് തരത്തിലുള്ള ട്രയലാണ് എന്നുള്ള ഒരു വാദം ഇന്ന് സുപ്രീം കോടതിയിൽ ആദ്യം ഉന്നയിക്കുന്നതും സുപ്രീം കോടതി നേരിട്ട് ആ 2-അംഗ ബെഞ്ചല്ല പറയുന്നത്, നേരെ മറിച്ച് അത് പൾസർ സുനിയുടെ അഭിഭാഷകൻ പരമേശ്വറാണ്. അദ്ദേഹമാണ് പറയുന്നത് ഇത് എന്ത് തരത്തിലുള്ള ട്രയലാണ്, എന്റെ കക്ഷി 7.5 വർഷമായിട്ട് ജയിലിൽ കിടക്കുകയാണ്, അവിടെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരാളിന് ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനെ ഏതാണ്ട് 85 ദിവസത്തിന് മേളിലായിട്ട് ചോദ്യം ചെയ്യാം. അത് 1800 പേജിലധികം ഇതിനോടകം തന്നെ അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഇത് പ്രൊലോങ് ചെയ്ത് പോകുന്നതിനനുസരിച്ച് എന്റെ കക്ഷി ജയിലിൽ കിടക്കണോ എന്നുള്ളതാണ് അവിടുത്തെ ചോദ്യം. ആ സമയത്താണ് കോടതി തന്നെ അതിൽ ഒരു ആശ്ചര്യം പ്രകടിപ്പിച്ചുകൊണ്ട് പറയുന്നത്, നിങ്ങൾ പറയുന്നതനുസരിച്ച് ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു പ്രതി 85 ദിവസത്തിലധികമായിട്ട് ഇതേപോലെ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനെ വിചാരണ ചെയ്യുന്നു, അത് തന്നെയുമല്ല അത് 1800 പേജിലധികം പോകുന്നു എന്ന് പറയുന്നു. അതിന്റെ ഒരു തുടർച്ചയായിട്ടാണ് ഒരുപക്ഷെ പൾസർ സുനിക്ക് ജാമ്യം കിട്ടുന്ന വ്യവസ്ഥയിലേക്ക് പോലും കോടതി എത്തുന്നത്. കാരണം കോടതി തന്നെ പറയുന്നുണ്ട് ഇത് 1000-കണക്കിന് പേജുകളിലേക്ക് നീണ്ടു പോകുന്ന ഒരു കാര്യമാണ്, ഉടനെ ഒന്നും തന്നെ അതിലൊരു പൂർണ്ണമായിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടാകാനുള്ള സാധ്യതയില്ല. തന്നെയുമല്ല മറ്റ് പ്രതികളായിട്ടുള്ള ആൾക്കാരെല്ലാവരും തന്നെ ജാമ്യത്തിൽ പുറത്താണ്. പൾസർ സുനി എന്ന് പറയുന്ന ഒരൊറ്റ പ്രതിക്ക് മാത്രം 7.5 വർഷം കഴിഞ്ഞതിന് ശേഷവും അങ്ങനെ ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു ജാമ്യം ലഭിക്കാതിരിക്കുക എന്ന് പറയുന്നത് ശരിയല്ല എന്ന് കണ്ടുകൊണ്ടാണ് അവിടെ ജാമ്യം നൽകുന്നത് പോലും. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം നോക്കുകയാണെങ്കിൽ ഒരുപക്ഷെ 8ാം പ്രതിയുടെ ഭാഗത്ത് അല്ലെങ്കിൽ നടൻ ദിലീപിന്റെ ഭാഗത്ത് നിന്ന് നോക്കിയാൽ അദ്ദേഹത്തിന് ഒരുപക്ഷെ അന്വേഷണ ഉദ്യോഗസ്ഥനെ വിചാരണ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഇതേപോലെ തന്നെ അദ്ദേഹത്തിനെ പലതവണ ക്രോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം അദ്ദേഹത്തിന് ഇല്ല എന്ന് പറയാൻ കഴിയില്ല. കാരണം മറ്റേതൊരു കേസും അന്വേഷിക്കുമ്പോൾ ഉണ്ടാകുന്നത് പോലെ ഒരു പ്രതിയും ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനും തമ്മിലുള്ള ഒരു ബന്ധം പോലെയല്ല ഇവർ തമ്മിലുള്ളത്. അതിൽ തന്നെ ദിലീപിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണം എന്ന് പറയുന്നത് അദ്ദേഹത്തിനെ അന്വേഷണ ഉദ്യോഗസ്ഥൻ ടാർഗറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ഒരു വാദം കോടതി അംഗീകരിച്ചതുമാണ്. നമ്മളെല്ലാവരും തന്നെ ഓർക്കുന്നുണ്ടാകും, ദിലീപ് പരസ്യമായിട്ട് പിന്നെ ഒരു കോടതി വരാന്തയിൽ വെച്ച് ബൈജു പൗലോസിനെ ഭീഷണിപ്പെടുത്തി എന്ന രീതിയിലത്തേക്ക്, സാറിനും കുടുംബമൊക്കെ ഇല്ലേ, പിന്നീട് പുറത്തിറങ്ങുമ്പോൾ കാണാമെന്നുള്ള ലൈനിലേക്ക് അദ്ദേഹം ഒരു പ്രസ്താവന നടത്തിയതായിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നെ കോടതിയിൽ പറയുകയുണ്ടായി. പക്ഷേ അതിന്റെ സാഹചര്യവും അതിന്റെ ഡേറ്റും തീയതികളും എല്ലാം അദ്ദേഹം പറഞ്ഞിരുന്നപ്പോൾ അതെല്ലാം തെറ്റായിരുന്നു. അദ്ദേഹം പറയുന്ന സമയത്ത് ആ പറയുന്ന കോടതിയിൽ ഈ കേസ് പരിഗണിക്കപ്പെട്ടിരുന്നില്ല, ആ ദിവസം ഈ കേസ് ഉണ്ടായിരുന്നില്ല തുടങ്ങിയ കുറേയധികം സാഹചര്യങ്ങൾ വന്നിട്ട് കോടതി തന്നെ റെപ്രിമാൻഡ് ചെയ്യുന്ന രീതിയിലത്തേക്കുള്ള ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ നമ്മളൊരു ഫെയർ ട്രയൽ എന്ന് പറയുമ്പോൾ എല്ലാ ആൾക്കാരുടെയും ഭാഗം കൃത്യമായി കേൾക്കുക, പരിശോധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ വളരെ പ്രധാനമാണ്. അതിന്റെ സ്പീഡ് കൂട്ടുക എന്ന് പറയുന്നത് ഒരു പൊതുസമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു ജസ്റ്റിസ് നല്ല രീതിയിൽ തന്നെ നടത്തുന്നുണ്ട് എന്നുള്ള ബോധ്യപ്പെടലിന് കൂടി ഉപകാരപ്പെടുന്ന കാര്യമാണ്. പക്ഷെ ഇവിടെ വളരെ സർപ്രൈസിംഗ് ആയിട്ടുള്ള ഒരു കാര്യം, പൾസർ സുനിയുടെ അഭിഭാഷകൻ ഈ ഒരു കാര്യം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതിനു ശേഷവും കോടതിയുടെ ഭാഗത്ത് നിന്ന് ഈ രീതിയിലത്തേക്കുള്ള ഒരു ആശ്ചര്യ പ്രകടനം ഉണ്ടായി എന്നതിനപ്പുറത്തേക്ക് പ്രോസിക്യൂഷൻ എന്തുകൊണ്ട് ഇതിൽ ഇടപെടുന്നില്ല എന്നുള്ള ഒരു ചോദ്യം ഉന്നയിക്കുന്നില്ല. അതല്ല എങ്കിൽ എന്തുകൊണ്ടാണ് ഇത് വിചാരണ കോടതി ഇതിൽ ഇടപെടാത്തത് എന്ന രീതിയിലത്തേക്കുള്ള ഒരു ചോദ്യം ചോദിക്കുന്നില്ല. കാരണം അതിനുള്ള സാഹചര്യങ്ങളെല്ലാം തന്നെ പരിമിതമാണ് എന്ന് അല്പം മുമ്പ് ശ്രീ ജയശങ്കർ പറഞ്ഞതുപോലെ സുപ്രീം കോടതിക്കും കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ട്. അപ്പൊ അതിനപ്പുറത്തേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഇത്തരം നമ്മൾ ഈ പറയുന്നത് പോലെ 1800 പേജിനപ്പുറത്തേക്ക് പോകുന്ന രീതിയിലത്തേക്ക് ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനെ വിചാരണ ചെയ്യാനായിട്ട് പ്രോസിക്യൂഷൻ തടസ്സവാദം ഉന്നയിക്കാത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ പ്രോസിക്യൂഷനെ കുറ്റപ്പെടുത്തേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം അത്തരത്തിലുള്ള ഒരു തടസ്സവാദമെങ്കിലും ഉന്നയിച്ചിരുന്നുവെങ്കിൽ അതിൽ കുറച്ച് കാര്യമുണ്ടാകുമായിരുന്നു. അതില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഇതിൽ തന്നെ
പൾസർ സുനിയുടെ അഭിഭാഷകൻ പോലും പറയുന്നത് ഇതിൽ ആർക്കും എതിർപ്പില്ല എന്നാണ്. അങ്ങനെ ആർക്കും എതിർപ്പില്ലാത്ത രീതിയിലേക്ക് ഇതിനെ മുന്നോട്ട് പോകുന്നു, പ്രൊലോങ് ചെയ്തിട്ട് പോകുന്നു എന്ന് പറയുമ്പോൾ അതിൽ പ്രോസിക്യൂഷൻ കൃത്യമായ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന കാര്യത്തിലും ഇരയാക്കപ്പെട്ട സ്ത്രീക്ക് അതിൽ കൃത്യമായ രീതിയിലേക്കുള്ള ഒരു നീതി നിർവഹണം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് സർക്കാരിന് എത്രത്തോളം താല്പര്യമുണ്ട് എന്ന കാര്യങ്ങളിലുമൊക്കെ തന്നെ പൊതുസമൂഹത്തിന്റെ ചോദ്യം ഉയരേണ്ടതാണ്. അല്ലാതെ എനിക്ക് തോന്നുന്നില്ല ഒരിക്കലും ഒരു പ്രതിയാക്കപ്പെട്ടിരിക്കുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പൂർണ്ണമായും നിരപരാധിയാണ് എന്ന് വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ അദ്ദേഹത്തിന് അവലംബിക്കാവുന്ന മാർഗങ്ങളെല്ലാം തന്നെ അദ്ദേഹത്തിന് സ്വീകരിക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ കുറ്റപ്പെടുത്താൻ കഴിയുമോ എന്നുള്ള കാര്യമൊക്കെ തന്നെ സംശയമുണ്ട്. പക്ഷേ അൺനെസസറി ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ചോദ്യങ്ങൾ ചോദിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ ഒരു തവണ ആൻസർ ചെയ്തിരിക്കുന്ന കാര്യത്തിനെ വീണ്ടും വീണ്ടും ചോദ്യങ്ങളായിട്ട് ഉയർത്തുകയും ഒക്കെയാണ് എങ്കിൽ ആ കാര്യത്തിൽ തടസ്സവാദം ഉന്നയിക്കേണ്ടത് പ്രോസിക്യൂഷനാണ് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ആ കാര്യത്തിൽ ഇടപെടേണ്ടത് വിചാരണ കോടതിയാണ് എന്നുമാണ് എൻ്റെ ധാരണ. അതവിടെ ഉണ്ടായിട്ടില്ല എങ്കിൽ അത് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു വീഴ്ചയായിട്ട് മാത്രമേ ഞാനതിനെ കാണുന്നുള്ളൂ. കാരണം പ്രതി എപ്പോഴും തന്റെ ഭാഗം ന്യായീകരിക്കാനായിട്ട് കിട്ടുന്നുള്ള എല്ലാ അവസരങ്ങളും ഉപയോഗിക്കുമെന്നുള്ളതാണ് ഏറ്റവും സാമാന്യമായിട്ട് മനസ്സിലാക്കുന്നത്. ഞാൻ തിരികെ